ഞാന് ഒത്തിരി ഒന്നും കൊണ്ടുപോയിട്ടില്ല, കുറച്ച് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ വണ്ടിയൊക്കെ അങ്ങനെ ചേച്ചി പോവാണ്. പിന്നെ ഇനി കുറച്ച് നാളത്തെ മെറ്റീരിയൽ ചേച്ചിയുടെ ജീവിതം കൊല്ലം സബീനയിൽ. ഒരു രസമില്ലടാ ഇതിനകത്ത് കാണാനായിട്ട്. പക്ഷെ എനിക്ക് കാണാം. എന്താ അങ്ങനെ ഒരു പറച്ചില്. അങ്ങനെ നമ്മുടെ ചേച്ചി ജോലിക്കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊല്ലത്ത് പോവാണ് കേട്ടോ. കൊല്ലം എവിടെ ചേച്ചി? കൊല്ലം ചിന്നക്കട, കാട്ടാക്കട, കൊല്ലം സബീന ഹോസ്പിറ്റലിൽ ചേച്ചി തേവള്ളി. അപ്പൊ അതിന്റെ തിരക്കിലാണ് ചേച്ചി. പോകാൻ റെഡി ആയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു ചേച്ചി ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിക്ക് പോകാൻ താല്പര്യമില്ല. പിന്നെ എനിക്ക് വന്നും പോയും ഒക്കെ നിൽക്കാം. ശരിയാ. കൊല്ലം ആയതൊന്നും കൊല്ലത്തായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ദൂരമില്ല, 3/4 മണിക്കൂറേ ഉള്ളൂ. ചേച്ചിക്ക് വീട്ടിൽ വരണമെങ്കിൽ നേരെ വീട്ടിലോട്ടെങ്കിൽ വരാം. ഇനിയിപ്പോൾ കുറച്ച് കാലത്ത് നമ്മുടെ വ്ളോഗിലൊന്നും ചേച്ചി കാണത്തില്ല. അതിൻ്റെ ഒരു സങ്കടമേ ഉള്ളൂ എനിക്ക്. ചേച്ചി ഉള്ളപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കോമഡി സാധനങ്ങളൊക്കെ ഇട്ടുമായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, സാരമില്ല. ഇനിയിപ്പം ചേച്ചി ജോലി കാര്യങ്ങളും നോക്കണ്ട, നമ്മൾ ഫുൾ ടൈം വീട്ടിലിരുന്നൊരു കാര്യമില്ല. കാറോ? കീ എടുത്തോട്ടെ, പോയി കീ എടുത്തു കൊടുക്കട്ടെ. ആ ഓ, കണ്ണാടി ഇടാത്തോണ്ട് കണ്ണ് വേദനിക്കും. എന്താ വെച്ചാ ലെക്സി ചൊറച്ചിലാണോ? എന്നെ കുളിപ്പിച്ചായിരുന്നല്ലോ. കുളിപ്പിച്ചായിരുന്നല്ലോ. അങ്ങനെ പോവാണ്. അയ്യോ അമ്മച്ചി ഇപ്പൊ കരയും. അമ്മച്ചി കരയുവാണ് ഗൈസ്. ഓക്കെ ചേച്ചി, അപ്പൊ ശരി, ബൈ. നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാലും കൊല്ലത്ത് വരാ. ഇനിയിപ്പോ ഞങ്ങളുടെ ഫുഡ് സ്പോട്ട് നേരെ കൊല്ലത്തൊക്കെ ആവാൻ പോവാണ് ഗൈസ്. അടൂരായിരുന്നു, ഇനിയിപ്പോ നേരെ കൊല്ലം, സ്ട്രൈറ്റ് കൊല്ലം. ആ ഓക്കെ. ബൈ. മമ്മി ജോലിക്ക് പോകുന്ന ആളെ വിടാൻ പോകുന്നു. ബൈ ബൈ ബൈ. സൂക്ഷിച്ചു കേട്ടോ. ലാപ്ടോപ്പ് മാറ്റണോ? ലാപ്ടോപ്പ് ഇല്ല, അതിന് വേണ്ട കയറി ഇരിക്കും. ഓക്കെ അച്ഛാ, സൂക്ഷിച്ചു പോയിട്ടോ. ചേച്ചി ബൈ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ ബൈ. അങ്ങനെ അവർ പോയി ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയാ, എല്ലാവർക്കും വിഷമമുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ജോലി ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ചേച്ചിയുടെ ബാക്കി കാര്യങ്ങൾ പേപ്പർ വർക്കൊക്കെ ആവുന്ന സമയം കൊണ്ട് ചേച്ചിക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറണം. നല്ല ഇല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇതായിപ്പോൾ എന്നുവെച്ചാൽ നമ്മൾ റെഗുലർ വർക്ക് ചെയ്താലും നമുക്ക് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ, ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ
എൻക്ലിക്സ് ക്ലിയർ ആയതാണല്ലോ. ഇനിയിപ്പോൾ അടുത്ത പേപ്പർ വർക്കൊക്കെ കണ്ടിന്യൂ. അത്രയും നാളിനി വീട്ടിൽ ഇരിക്കണ്ട. അങ്ങനെ ചേച്ചി തന്നെ എടുത്ത തീരുമാനം എനിക്ക് പോകണം, ജോലിക്ക് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ജോലിക്ക് പോയി. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾക്കൊന്നും കാണത്തില്ല. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്ത് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. എന്നെ പിടിച്ചെടുത്തോ? നല്ലയാണോ? നല്ലയാ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് നോക്കാം. ഇനി അടുത്ത ചേച്ചി വരുമ്പോൾ ഇനി അടുത്ത വ്ളോഗ് ചെയ്യാം. അതിനു മുമ്പേ വ്ളോഗ്സൊക്കെ വരും. പക്ഷേ ചേച്ചി ഇല്ലാത്ത എന്താ പറയുന്ന വ്ളോഗ് ഒരു സുഖമില്ലാത്ത വ്ളോഗാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ ചേച്ചി പറയുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ കോമഡി തമാശകളൊക്കെ കിട്ടണമെങ്കിൽ ചേച്ചി പറയും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരയ്ക്കും ബൈ. യെസ്, അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ട വീഡിയോ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സാംസങ് ഗാലക്സി S24 അൾട്രയിൽ നല്ല ഞാൻ ഷൂട്ട് ചെയ്തത്. ഇത് ഷൂട്ട് ചെയ്തത് എൻ്റെ പുതിയ ആക്ഷൻ ക്യാമറയിൽ നിന്നാണ്. ഞാൻ ഒരു പുതിയ ആക്ഷൻ ക്യാമറ പർച്ചേസ് ചെയ്തു. DJIയുടെ തന്നെ DJI Osmo Action 5 Pro ഞാൻ പർച്ചേസ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ക്യാമറ മോശമായതുകൊണ്ടല്ല, ഇതിൻ്റെ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസിൻ്റെ കേസിൽ. വീഡിയോസ് അത്യാവശ്യം കുഴപ്പമില്ല. ബട്ട് ഇവിടെ ഒരു മേജർ ഡ്രോബാക്ക് ഈ സാംസങ് S24 അൾട്രയിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നൈറ്റ് വിഷൻ ക്യാമറയാണ്. എന്നുവെച്ചാൽ നൈറ്റ് ക്യാമറ രാത്രി നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോൾ തീരെ ക്ലാരിറ്റി ഇല്ലെന്നല്ല, ഒരു പരപരപ്പാണ്. അപ്പം ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി ഞാൻ കുറേ വീഡിയോസ് നൈറ്റ് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി സെർച്ച് ചെയ്ത് നല്ല ഇതിൽ ആക്ഷൻ ക്യാമറ അല്ല ഏതെങ്കിലും ക്യാമറ മേടിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് DJIയുടെ ഈ ആക്ഷൻ 5 Pro എന്ന് പറയുന്ന ക്യാമറ ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ ഇത് പർച്ചേസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ഫുൾ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് Osmo Action 5 Proയിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ഇതിൻ്റെ റിവ്യൂ തരാൻ അറിഞ്ഞൂടാ. കാരണം ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഇതേവരെ ആയിട്ട്. ഞാൻ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് കിട്ടി. അപ്പോൾ ഇന്നൊന്ന് ടെസ്റ്റ് വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇത് ചെയ്തത്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല തോന്നുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ഡിസ്പ്ലേ ഉണ്ടായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എന്താ പറയുന്നത് എൻ്റെ ഒരു പ്രിവ്യൂ കിട്ടും. അപ്പോൾ ചില സമയത്തൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ സമയത്ത് ഇങ്ങനെയൊക്കെ ആവും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇനി ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം ഞാൻ പറയുന്നത് എനിക്ക് അവിടെ പ്രിവ്യൂ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി തുടർന്നുള്ള എൻ്റെ വ്ളോഗെല്ലാം നമ്മൾ ഈ ആക്ഷൻ 5 Proയിൽ നിന്നായിരിക്കും, ഈ ആക്ഷൻ ക്യാമറയിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെൻ്റെ സെക്കൻഡറി ഫോണായിരുന്നു. സെക്കൻഡറി ഫോൺ ആക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് വ്ളോഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെക്കൻഡറി ഫോൺ ആക്കിയത്. അപ്പോൾ ഇതിനിപ്പോൾ ശരിക്കും ഒരു ക്യാമറ കിട്ടിയതുകൊണ്ട് ഇതായിരിക്കും എൻ്റെ പ്രൈമറി ഫോൺ. ഇനി ഇത് യൂസ് ചെയ്ത് നോക്കണം നല്ലോണം. കാരണം ഇതിനകത്ത് ഞാൻ സിമ്മും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു പരിപാടികളും ഇല്ല. ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ഐറ്റമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആക്ഷൻ 5 Proയുടെ ലിങ്ക് ഞാൻ എൻ്റെ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. രണ്ട് പാക്കുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് പാക്കും ഒന്ന് അഡ്വെഞ്ചർ കോംബോ പാക്കും, അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.